രാഹുൽ മാങ്കൂട്ടത്തിലിന് ഒത്താശ ചെയ്യുന്ന ഷാഫി പറമ്പിൽ എം പി മറുപടി പറയണമെന്ന BJP. വടകരയിൽ ഷാഫി പറമ്പിൽ എം പി ഓഫീസിലേക്ക് BJP പ്രതിഷേധ പ്രകടനം നടത്തി. ഓഫീസ് പരിസരത്ത് മാർച്ച് പോലീസ് തടഞ്ഞു. जय बोलो भारत माता, जय बोलो भारत माता, जय बोलो BJP, जय बोलो BJP, जय बोलो BJP, जय बोलो BJP. രാഹുൽ എന്നൊരു പൂവൻ കോഴിയെ, രാഹുൽ എന്നൊരു പൂവൻ കോഴിയെ, രാഹുൽ എന്നൊരു പൂവൻ കോഴിയെ, രാഹുൽ എന്നൊരു പൂവൻ കോഴിയെ നാട് മുഴുവൻ എഴുന്നള്ളിച്ച്, നാട് മുഴുവൻ എഴുന്നള്ളിച്ച്, നാട് മുഴുവൻ എഴുന്നള്ളിച്ച്, നാട് മുഴുവൻ എഴുന്നള്ളിച്ച് MLAക്ക് ഒരു സീറ്റും വാങ്ങി, MLAക്ക് ഒരു സീറ്റും വാങ്ങി, MLAക്ക് ഒരു സീറ്റും വാങ്ങി, MLAക്ക് ഒരു സീറ്റും വാങ്ങി. പീഡനത്തിന് കൂട്ടുനിന്ന, പീഡനത്തിന് കൂട്ടുനിന്ന, പീഡനത്തിന് കൂട്ടുനിന്ന, പീഡനത്തിന് കൂട്ടുനിന്ന വടകര MP ഷാഫി പറമ്പിൽ, വടകര MP ഷാഫി പറമ്പിൽ രാജിവെച്ച് പോ പുറത്ത്, രാജിവെച്ച് പോ പുറത്ത്. പ്രതിഷേധം 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 BJPയുടെ പ്രതിഷേധം, BJPയുടെ പ്രതിഷേധം. രാഹുൽ എന്ന MLAക്ക് ഒത്താശ ചെയ്യാൻ വടകരയുടെ MPയും കേരളത്തിന്റെ സംസ്കാരം മാറ്റിയെടുക്കാൻ ന്യൂജൻ സംസ്കാരവുമായി ഇറങ്ങിയ നമ്മുടെ MP കാണുന്നവർക്കൊക്കെ ഷെയ്ക്ക് ഹാൻഡും ഹഗ്ഗിങ്ങും ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമിലുള്ള മെസ്സേജ് വീഡിയോസും കൊണ്ട് ആറാടുന്ന MP എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? സ്ത്രീകളെ ഇങ്ങനെ അപമാനിക്കുന്നത് ശരിയാണോ? ഇവിടെ ഇരിക്കുന്ന ഈ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന MP ഉണ്ടല്ലോ, ഈ MPക്ക് പരാതി കൊടുത്തിരുന്നല്ലോ. ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വൃത്തികെട്ടവനെ ഈ കേരളത്തിൽ മുഴുവൻ എഴുന്നള്ളിച്ച് നടന്ന് MLA ആക്കിയതിൻ്റെ ക്രെഡിറ്റ് ഈ ഷാഫി പറമ്പിലാണല്ലോ ഏറ്റെടുത്തത്. ഷാഫിയുടെ മാനസപുത്രനാണ് പോലും, ഷാഫി പറമ്പിലിൻ്റെ സ്വന്തമാണ്, ഷാഫി പറമ്പിലിൻ്റെ പിൻഗാമിയാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. എടോ ഷാഫി, നിന്റെയും സ്വഭാവം ഇതാണോ എന്നാണ് കേരളത്തിലെ ജനങ്ങൾ ചോദിക്കുന്നത്. ഷാഫി പറമ്പിലിൻ്റെ പിൻഗാമിയാണ് എങ്കിൽ, ഷാഫി പറമ്പിലിൻ്റെ മാനസപുത്രനാണ് എങ്കിൽ ഷാഫിക്കും ഇത്തരത്തിലുള്ള സ്വഭാവങ്ങളുണ്ടോ എന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാൻ താല്പര്യമുണ്ട്. ഷാഫി നിങ്ങളെ കൊണ്ടു നടന്ന നേതാവാണ്, നിങ്ങൾ വളർത്തി വലുതാക്കിയ നേതാവാണ്, നിങ്ങൾ വ്യാജ ID കാർഡ് അടിച്ച് പ്രസിഡന്റ് ആക്കിയവനാണ്. ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഈ MPക്ക് പറ്റില്ല. ഷാഫി പറമ്പിൽ മറുപടി പറഞ്ഞേ മതിയാകുള്ളൂ. ഇവിടെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ മുന്നോട്ട് വെച്ചപ്പോൾ ആ ആരോപണങ്ങളെല്ലാം മൂടി വെച്ച് അതെല്ലാം കോംപ്രമൈസ് ആക്കുന്ന സമീപനമാണ് ഈ വൃത്തികെട്ട MP ഷാഫി പറമ്പിലും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടാൻ ഷാഫി പറമ്പിലിന് സാധിക്കില്ല. മറുപടി പറയണം കേരളത്തിലെ ജനങ്ങൾക്ക് മുന്നിൽ. ഷാഫി പറമ്പിൽ നിങ്ങൾ മറുപടി പറഞ്ഞേ മതിയാകൂ. നിങ്ങളെ കൊണ്ട് മറുപടി ഞങ്ങൾ പറയിപ്പിക്കും. എന്താ ഷാഫി പറമ്പിലും അങ്ങനെയുള്ള ഒരു മനുഷ്യനാ? ആളുകളെ മുന്നിൽ അങ്ങ് ചിരിച്ച് കളിച്ച് കെട്ടിപ്പിടിച്ച് കൈ കൊടുത്ത് അങ്ങ് നടക്കുകയാണ്. ഇവൻ്റെയൊക്കെ യഥാർത്ഥ സ്വരൂപം വെളിപ്പെടാൻ പോകുന്നതേ ഉള്ളൂ അല്ലേ? റീൽസ് കൊണ്ടുള്ള കളിയാണ് ഷാഫി പറമ്പിലിൻ്റെ റീല്. അതേപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ റീല്. ലക്ഷക്കണക്കിന് ഉറുപ്പ്യ ചെലവാക്കിക്കൊണ്ട് PR കമ്പനികളെ വെച്ച് റീലുണ്ടാക്കി കളിക്കുമ്പോൾ അപ്പോഴേ കോൺഗ്രസിലെ നേതാക്കന്മാർ പറഞ്ഞതാണ് ഇതൊക്കെ പൊട്ടി വീഴാൻ അധിക സമയമൊന്നും വേണ്ട എന്ന്. VD സതീശൻ ഗുരുതരമായിട്ടുള്ള തെറ്റാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ചെയ്തത്. പീഡിപ്പിക്കപ്പെട്ടു എന്ന് ഒരു പെൺകുട്ടി പ്രതിപക്ഷ നേതാവിനോട് പരാതിപ്പെട്ടിട്ട് ഞാനൊരു അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് കാര്യങ്ങൾ ചെയ്തു എന്നാണ്. ഒരച്ഛൻ എന്താ ചെയ്യുക? VD സതീശൻ നിങ്ങൾ മറുപടി പറയണം. പീഡിപ്പിക്കപ്പെട്ടു എന്ന് ഒരു യുവതി വന്ന് പരാതിപ്പെട്ടാൽ ആ അച്ഛനതങ്ങ് മൂടി വെക്കുകയാണോ? നാണമുണ്ടോ അത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്താൻ? VD സതീശനെതിരെ കേസെടുക്കണം.
ഷാഫി പറമ്പിലിനെതിരെ അന്വേഷണം നടത്തണം. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം നാണം കെട്ടിരിക്കുകയാണ്. കോൺഗ്രസ് നേതൃത്വം പറയുന്നത് MLA സ്ഥാനം രാജിവെക്കണ്ട എന്നാണ്. എടോ, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ പറയുന്ന കാട്ടുകോഴി രാഹുൽ മാങ്കൂട്ടം ആ പാലക്കാട് ഇറങ്ങി നടക്കാൻ സാധിക്കുമെന്ന്? BJPയുടെ ചുണക്കുട്ടികളുണ്ട് ആ പാലക്കാട്ട്. ആ കാട്ടുകോഴിയെ പാലക്കാട്ടിന്റെ മണ്ണിൽ കാലുകുത്താൻ BJP അനുവദിക്കില്ല. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം MLA സ്ഥാനം രാജിവെക്കണമെന്നാണ് BJPക്ക് ആവശ്യപ്പെടാനുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ BJPയുടെ ആവശ്യം രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് എന്നുള്ള സ്ഥാനമല്ല രാജിവെക്കേണ്ടത്. അദ്ദേഹം ഭരണഘടന തൊട്ട് സത്യം ചെയ്തിട്ടുള്ള MLA പദവിയാണ് രാജിവെക്കേണ്ടുന്നത്. അതാണ് BJPയുടെ ആവശ്യം. അദ്ദേഹത്തെ കേരളം മുഴുവൻ കൊട്ടിഘോഷിച്ച് കൊണ്ടു നടന്നത് ഇവിടത്തെ MP ആയിട്ടുള്ള ഷാഫി പറമ്പിലല്ലേ? ഷാഫി പറമ്പിൽ ഒരക്ഷരം മിണ്ടുന്നുണ്ടോ? ആ പെൺകുട്ടി പറഞ്ഞില്ലേ ഇന്നലെ, ആ യുവനടി കേരളത്തിന്റെ മുന്നിൽ മാധ്യമങ്ങളോട് എന്താണ് പറഞ്ഞത്? ഷാഫി പറമ്പിലിന് എല്ലാം അറിയാമായിരുന്നു എന്ന്. എല്ലാം അറിയാമായിരുന്ന ഷാഫി പറമ്പിൽ എന്താണ് കുറെ ദിവസങ്ങളായിട്ട് മിണ്ടാത്തത്? കേരളം ചോദിക്കുന്നില്ലേ? ഷാഫി പറമ്പിലിനെ കണ്ടവരുണ്ടോ? എന്തിനാണ് ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ട് ഈ ഒത്താശ ചെയ്യുന്നത്? അതാണ് കേരളത്തിലെ BJPക്കും കേരള സമൂഹത്തിനുമുള്ള ചോദ്യം. അതുകൊണ്ട് ഈ പീഡനങ്ങൾ ഒതുക്കി തീർത്തതിൽ, ഈ വിഷയത്തിൽ നടപടിയെടുക്കാത്തതിൽ ഷാഫി പറമ്പിലിനും പങ്കുണ്ട്. അതുകൊണ്ട് ഷാഫി പറമ്പിലും രാജിവെക്കണം എന്നുള്ളതാണ് BJPയുടെ ആവശ്യം. നേരത്തെ പറഞ്ഞല്ലോ, കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് എന്താ പറയുന്നു? ആ കുട്ടിയെ ആരോപണം പറഞ്ഞിട്ടുള്ള കുട്ടി എനിക്ക് മകളെ പോലെയാണ്. അങ്ങനെ മകളെ പോലെയുള്ള കുട്ടിയെ സംരക്ഷിക്കാനുള്ള നടപടിയാണോ പ്രതിപക്ഷ നേതാവ് നടത്തിക്കൊണ്ടിരിക്കുന്നത്? പ്രതിപക്ഷ നേതാവും ഇതിന് കൂട്ടുനിൽക്കുകയാണ്. കുറെ കാലം മുന്നേ കോൺഗ്രസിന്റെ ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു, ആരോടുമില്ല പ്രീണനം, എല്ലാവർക്കും തുല്യനീതി എന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടുത്ത് വരുന്ന എല്ലാ പെൺകുട്ടികൾക്കും തുല്യനീതിയാണ് നടപ്പിലാക്കിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം എത്രയും പെട്ടെന്ന് തന്നെ MLA സ്ഥാനം രാജിവെക്കുകയാണ് വേണ്ടത്. കേരളത്തിലെ പരിണിത പ്രജ്ഞയായ കല്യാണിക്കുട്ടിയമ്മയിലെ കരുണാകരൻ, അവരുടെ ഭാര്യ, അവര് കോൺഗ്രസിന്റെ ഈ തരത്തിലുള്ള സംഭവങ്ങളിൽ നിന്ന് മനമെടുത്തുകൊണ്ട് പല കാര്യങ്ങളും പറയാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് പറയാൻ കുറച്ച് പ്രയാസമുള്ളത്. അങ്ങനെ ഉണ്ടായ കാലത്ത്, ആ കാലഘട്ടത്തിൽ അവര് പാർട്ടി മാറി കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് വന്നു. അന്ന് രാഹുൽ മാങ്കൂട്ടം എന്താ പറഞ്ഞത്? രാഹുൽ മാങ്കൂട്ടം അവരെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് അപമാനിച്ചു. എന്നിട്ട് പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ കാര്യത്തിൽ കേരളത്തെ അവബോധപ്പെടുത്തുകയാണ് ചെയ്തത്. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ എന്നും നമുക്ക് പ്രിയപ്പെട്ടതാണ്. ബജറ്റ് ഫ്രണ്ട്ലിയായ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വടകരയിൽ ഒരുക്കുന്ന ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ഷോ ഓഗസ്റ്റ് 28 മുതൽ സെപ്റ്റംബർ 3 വരെ ഞങ്ങളുടെ വടകര ഷോറൂമിൽ. മനസ്സിനിണങ്ങിയ ഡെയിലി വെയർ ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനു പുറമെ ട്രെൻഡി ഡിസൈൻ ആഭരണങ്ങളുടെ സമാനതകളില്ലാത്ത ശ്രേണി നിങ്ങളെ കാത്തിരിക്കുന്നു. വരൂ, പണത്തിനൊത്ത മൂല്യത്തിൽ സ്വർണം സ്വന്തമാക്കാൻ മലബാർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു.